ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്ന നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും റൂമിലേക്ക് സുധാകരൻ മാഷ് കയറി ചെന്നു. അദ്ദേഹം അവിടെ ചെന്ന് ആദ്യം കണ്ടത് നമ്മുടെ വിക്രത്തിന് കിട്ടിയ ആ ഒരു വലിയ ട്രോഫി ആട്ടോ. ആ ട്രോഫി എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുഞ്ഞുനാളിൽ അച്ഛൻ ചീരകൃഷിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പറമ്പിൽ തൻ്റെ കൃഷികൾ നനച്ചു കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് വിക്രം ഈ ട്രോഫിയും പിടിച്ച് ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഇത് കൊടുത്ത് അദ്ദേഹം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന ആ ഒരു ഓർമ്മയൊക്കെ ആയിട്ട് ആ മനുഷ്യൻ അവിടെ അങ്ങനെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞ് പിന്നെ വേദയ്ക്ക് വെള്ളവും മരുന്നും ഇതൊക്കെ ഇങ്ങനെ ഇവർ കൊടുക്കും, അമ്മയും ശ്രീജയും. അപ്പോൾ ഇനിയും ഇവക്ക് വെള്ളവും മരുന്നൊക്കെ കൊടുത്ത് ഇനി ഇവക്ക് കുറേ കാലം കൂടി ഇരുത്തി അങ്ങ് സൽക്കരിക്കുന്നും പറഞ്ഞ് പിന്നെ കത്താൻ പോകുന്നത് വീടായിരിക്കും നോക്കിക്കോളാനൊക്കെ പറഞ്ഞ് നന്ദിനി കിടന്നു വച്ച് വെച്ചു. അപ്പോൾ നീ എന്തൊക്കെയാണ് നന്ദിനി പറയുന്നതെന്ന് ശ്രീജ ചോദിച്ചു. ഞാൻ പറയുന്നതാണോ കുറ്റം? അല്ലെങ്കിൽ തന്നെ ശ്രീജയിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം സ്വൈര്യം എന്ന് പറയുന്ന ഒന്നും നമുക്കുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഈ വീട്ടിലെ സ്വൈരക്കേടുണ്ടാകുന്നത് ഞാൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടാണോ നന്ദിനിയുടെ എന്ന് വേദ ചോദിച്ചു. അപ്പോൾ എന്താ സംശയം? വിക്രം ഇത്രയ്ക്ക് വഷളായതും ഇമാതിരി പോലീസ് കേസിൽ പെടാനും തുടങ്ങിയത് നീ വന്ന് കയറിയതിന് ശേഷം തന്നെ അടിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അതുവരെ ഒരാളും അവൻ ചെയ്തതിന് പകരം ചോദിക്കാൻ ഈ വീടിന് മുന്നിൽ വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മ പറയട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എടി നന്ദിനി, നീ ഒന്നും മിണ്ടാതിരുന്നേടി, അച്ഛൻ പുറത്തുണ്ട് എന്ന് പറഞ്ഞ് വിനായകൻ വന്നു. അല്ലെങ്കിൽ തന്നെ ആകെ തകർന്നിരിക്കുക അച്ഛൻ എന്ന് പറയുമ്പോൾ എങ്ങനെ തകരാതിരിക്കുക എൻ്റെ വിനയേട്ട? ഏത് നിമിഷവും ജീവനോടെ കത്തിപ്പോകുന്ന പേടിയോടെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഏത് മനുഷ്യനായാലും തകർന്നു പോകില്ലേ എന്നൊക്കെ നന്ദിനി ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഇതിലും ഭേദം ബാങ്കർ ജപ്തി ചെയ്യുന്നതായിരുന്നു, ഒന്നില്ലെങ്കിലും പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങാനുള്ള സാവകാശങ്ങൾ ലഭിക്കുമായിരുന്നു എന്നൊക്കെ നന്ദിനി പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വിശ്വനും അച്ഛനും കൂടി അങ്ങോട്ടേക്ക് കയറി വരുമോ. നന്ദിനി ഒന്ന് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ അച്ഛൻ ഇങ്ങനെ കയറി വന്ന് ഇവരെ എല്ലാവരും നോക്കി നിൽക്കുവാണ്. ഇതിപ്പോൾ ജീവൻ അപായമൊന്നും സംഭവിച്ചില്ലല്ലോ അച്ഛാ, അതോർത്ത് സമാധാനിക്കാമെന്ന് വിശ്വം പറഞ്ഞു. അതിന് ചത്ത് മുകളിൽ നിൽക്കുന്ന കാരണവന്മാരുടെ കുരുത്തം കൊണ്ടാണെന്ന് മാഷ് പറയാം ഇവരോട്. നന്ദിനി പറഞ്ഞത് 100% ശരിയായ കാര്യമാണ്. ഇത്രയും കാലം ഈ വീടിന് നേരെ ഇങ്ങനൊരു ആക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് മാഷ് പറയുവാണേ. പിന്നെ ഇപ്പോഴാണ് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വിക്രം അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അതിന് പഴിക്കേണ്ടത് ഒന്നും അറിയാത്ത ഈ പാവം കുട്ടിയെ അല്ല എന്നും അതൊക്കെ ചെയ്തു കൂട്ടിയവരെയാണെന്നൊക്കെ പറഞ്ഞു. ഈ വീട്ടിൽ തന്നെ നാമ്പിട്ട ഈ മുളയാണെന്നൊക്കെ പറഞ്ഞു ഒരു വിക്രത്തെ കുറ്റം പറയും അദ്ദേഹം. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ വിക്രത്തെ തന്നെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് മാഷി പറയുന്നതെന്ന് ചോദിച്ചു കമല. ഇങ്ങനെ ഒരു കൂട്ടർ വന്ന് രാത്രിക്ക് രാത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഇവൻ മുൻകൂട്ടി അറിഞ്ഞതാണോ എന്ന് കമല ചോദിച്ചു. അപ്പോൾ ഇവൻ അറിയണമായിരുന്നു, ഇവൻ ചെയ്തു കൂട്ടിയതിൻ്റെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് മാഷ് ഇങ്ങനെ പറയുവാണ്. രാത്രി ഊണും കഴിഞ്ഞ് വെറുതെ മാനത്ത് നോക്കി കിടക്കുമ്പോൾ ഒരു വിളി കേട്ടിട്ട് ഇറങ്ങിപ്പോന്നൊന്നും അല്ല അവർ. ചോദിച്ചു നോക്ക് നിന്റെ മോനോട്, ഇതിൻ്റെയൊക്കെ പിറകിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിരിക്കുന്നതെന്ന്. നിന്റെ മകനെല്ലാം നിനക്ക് പറഞ്ഞു തരും. നാട്ടിൽ അനീതി ഉണ്ടാകും, അക്രമം ഉണ്ടാകും, അതിനെ നേരിടേണ്ടത് നിയമത്തിൻ്റെ വഴിയാണ്, അല്ലാതെ നിയമം കയ്യിലെടുത്തിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ദേഷ്യപ്പെട്ടു. എന്തൊക്കെയാടാ ഞാൻ ഈ കേൾക്കുന്നേ എന്ന് അമ്മ അന്നേരം മോനോട് ചോദിച്ചു. വിക്രത്തിന് വല്ലതും പറയാനുണ്ട്. അപ്പം അച്ഛൻ പറഞ്ഞത് ശരിയാണ് അമ്മേ, ടൗണിൽ മെഡിക്കൽ ഷോപ്പും അതുപോലെ ആശുപത്രിയിലൊക്കെ മരുന്ന് കൊടുക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയിൽ മരുന്നുകൾ കൊടുത്തെന്നും പറഞ്ഞു ഇവരത് കത്തിച്ചു എന്ന കാര്യം പറയുകയാണ്. അപ്പം ഞാനൊന്നും തെറ്റായിട്ട് ചെയ്തിട്ടില്ല എന്ന് വിക്രം പറഞ്ഞു. അപ്പോൾ എക്സ്പയറി ആയ മരുന്നുകൾ അടിച്ചിറക്കിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ വഴിയിലൂടെ വരുന്നവർക്കും പോകുന്നവർക്കും കാണാൻ പാകത്തിന് അതങ്ങനെ അവിടെ കിടക്കണം. സുധാകരൻ മാഷിൻ്റെ ഇളയ സന്താനം അയാൾക്ക് നൽകിയ പാരിതോഷികത്തിൻ്റെ സ്മരണയായിട്ട് അത് ഈ മുറ്റത്ത് തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതായത് ആ വീട് ഒരിക്കലും നന്നാക്കാൻ പാടില്ല എന്ന് മാഷ് ഇവരോട് പറയുക. അങ്ങനെ സുധാകരൻ മാഷ് തൻ്റെ തീരുമാനം എല്ലാവരെയും അറിയിച്ചു. അങ്ങനെ അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ നന്ദിനിക്ക് കുറച്ച് സമാധാനം കിട്ടി. അങ്ങനെ കമലയാണെങ്കിൽ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് കമലയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വിക്രം അങ്ങ് പോയി. എന്നിട്ട് ഈ മുറിയിലേക്ക്, അതായത് ഈ ഇവരുടെ ആ കത്തി എരിഞ്ഞ് കിടക്കുന്ന ആ മുറിയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. ഗോഡൗൺ കത്തിച്ച കാര്യം എന്താ എന്നോട് പറയാതിരുന്നതെന്ന് വേദ ചോദിച്ചു. ഗോഡൗൺ ഒന്നും കത്തിച്ചില്ല, പഴകിയ കുറച്ച് മരുന്നുകൾ കൂട്ടിയിട്ട് കത്തിച്ചു, അത്രേ ചെയ്തോളൂ എന്ന് പറഞ്ഞു. തീയതി കഴിഞ്ഞ മരുന്നുകൾ കൊടുത്ത് ജനങ്ങളെ നിത്യരോഗികളാക്കുന്നത് നല്ലതാണെന്നാണ് ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പം അല്ല, സമ്മതിക്കുന്നു, പക്ഷേ അത്തരക്കാരെ നേരിടാനല്ലേ ഇവിടെ നിയമം ഉള്ളതെന്ന് വേദ ചോദിക്കുക. പോലീസും കോടതിയും ഒക്കെ ഉള്ളത്. എന്നിട്ട് ഇത്രയും കാലം എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ലല്ലോ. വ്യാജ മരുന്നിൻ്റെ കാര്യവും പറഞ്ഞ് നിങ്ങളെ ഇളക്കി വിട്ടതാരാ? ആ ശ്രീനിവാസനാണോ? അപ്പോൾ എന്നെ ആരും ഇളക്കി വിട്ടതൊന്നും അല്ല എന്നും അറിഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി, ചെയ്തു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു വിക്രം. എന്നിട്ട് തിരിച്ചടി വന്നപ്പോൾ നിങ്ങൾക്ക് മാത്രമായി ഒതുങ്ങിപ്പോയത് എന്തുകൊണ്ടാണെന്നും വേദ വിക്രത്തോട് ചോദിക്കാം. അതിന് വിക്രത്തിന് മറുപടിയില്ല. ശ്രീകാര്യം ശ്രീനിവാസന്റെ നേർക്കും അയാളുടെ ഭാര്യ കിടക്കുന്ന മുറിയുടെ നേർക്കും ആരും പെട്രോൾ ബോംബൊന്നും വലിച്ചെറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു.
വിക്രത്തിന് മറുപടി വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. വിക്രം മിണ്ടാതെ നിന്ന് കേൾക്കുക. ആരും കൂടെ ഇല്ലാതിരുന്ന കാലത്ത് നിങ്ങളെ കൂടെ നിർത്തി സഹായിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ ശ്രീകാര്യം ശ്രീനിവാസൻ ഇപ്പോഴും നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അത് നിങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞു. അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്ത ചോദിക്കുമ്പോൾ വേദ ഞാൻ പറയുന്നത് വേണ്ട, എന്നോട് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കണ്ട, എനിക്ക് കേൾക്കണ്ട. നിങ്ങൾക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇന്ന് ആ മുറിയിൽ കിടന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ കൂടിയും നിങ്ങൾ ആ ശ്രീകാര്യം ശ്രീനിവാസനെ ഒരു തെറ്റും കണ്ടെത്താനൊന്നും പോകുന്നില്ല എന്നും വേദവിക്രത്തോട് പറയാട്ടോ. അത് പറഞ്ഞ് വേദ അകത്തേക്ക് കയറിപ്പോയി. വിക്രമാണെങ്കിൽ തല പെരുത്ത് അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാഷ് വിഷമിച്ചിരിക്കുമ്പോൾ കമല മുറിയിലേക്ക് ചെന്നു മാഷയെന്നും പറഞ്ഞ് വിളിച്ച് മാഷിൻ്റെ അടുത്ത് ഇരുന്ന് ഭയങ്കര കരച്ചിൽ. എന്തൊരു വിധിയാണ് കമല നമ്മളുടേതെന്ന് മാഷ് നേരം ചോദിച്ചു. ഇത്രയും നരകിക്കാൻ മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തതെന്ന് മാഷ് ചോദിക്കുക കേട്ടോ. കമല നിന്ന് ഭയങ്കര കരച്ചിലാണ്. വേദ ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അറിയാതെ പോയിരുന്നെങ്കിലോ, ചെല്ലാനൊരല്പം താമസിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു അവസ്ഥ? താനെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ മാഷ് കമലയോട് ചോദിക്കുക കേട്ടോ. അവരുടെ അച്ഛനോടും അമ്മയോടും നമ്മൾ എന്ത് മറുപടി പറയുമായിരുന്നു എന്നും അദ്ദേഹം ചോദിക്കുകയാണ്. കമല ചങ്കുപൊട്ടി കരയുവാണ്. അപ്പോൾ അവൻ അവിടെ കിടക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആരോ ആണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളതെന്ന് കമല നേരത്തേക്ക് മാഷിനോട് പറഞ്ഞു. എന്തൊക്കെയോ ഇതിൻ്റെ പിറകിൽ നമ്മൾ അറിയാതെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മടുത്തു കമല, എനിക്ക് ശരിക്കും മടുത്തു. ജപ്തി നടത്തിയെടുക്കാൻ ബാങ്കുകാർ കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ നിനക്ക്? ഏതെങ്കിലും ഒരു വീടിൻ്റെ ചാപ്പിലേക്ക് നമുക്ക് മാറാമെന്ന് അതുതന്നെ എനിക്കും പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മാഷ് തൻ്റെ സങ്കടങ്ങളെല്ലാം കമലയുടെ മുന്നിൽ ഇങ്ങനെ പറയുക. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം, നമ്മുടെ ജീവിതമൊക്കെ നശിക്കും. നോക്കി നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞ് കമലയോട് പറഞ്ഞ് കരയുക മാഷും. കമല ചങ്ക് പൊട്ടി കരയുക. മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞു. മനസ്സ് തയ്യാറാക്കി ഇരുന്നോളാനും പറഞ്ഞു കൊടുത്തു. അതേ ഒരു രക്ഷയുള്ളൂ എന്നും ഇപ്പോൾ വേണമെങ്കിലും നമുക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് മാഷ് ഇങ്ങനെ കമലയോട് പറയുക. അങ്ങനെ മാഷ് തലയൊക്കെ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിലായിട്ടിരിക്കുന്ന സമയത്ത് വേദ ഇങ്ങനെ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. എന്തോ ചൊറിച്ചിലുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് വേദ ഇങ്ങനെയൊന്ന് നോക്കിയിട്ട് വേദയുടെ അടുത്തേക്ക് ചെന്നങ്ങ് ഇരുന്നു. എന്തല്ലേ ഇവിടം വരെ കൊടുത്തിച്ചിട്ട് നീ എന്തോന്നായിരുന്നു ആലോചിക്കുന്നേ എന്ന് നന്ദിനി വേദയോട് ചോദിക്കുക. വേദ അന്തം വിട്ട് ഇതിനെ നോക്കുക. നീ വരുന്നതിന് മുൻപ് എന്ത് സ്വസ്ഥതയോടുകൂടി ജീവിച്ചു പോയിരുന്ന കുടുംബം എന്ന് നിനക്കറിയാവോ എന്ന് നന്ദിനി വേദയോട് പറയണം. അപ്പം നീ ചോദിക്കും, നീയാണോ ആ സ്വസ്ഥത കെടുത്തിയത് എന്ന്. ഒരിക്കലെങ്കിലും നീ അതിനെപ്പറ്റി സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാകുമെന്നും പറഞ്ഞു നന്ദിനി. നിനക്ക് ആളുകളെ കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട്, അവരുടെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ശേഷിയും ഉണ്ട്. അതുപയോഗിച്ച് നീ നിന്റെ പ്രതികാരം നടത്താനായിട്ടേ തിരഞ്ഞെടുത്ത വഴിയൊക്കെ കൊള്ളാം. അപ്പോൾ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നതെന്ന് വേദ ചോദിച്ചു. അപ്പോൾ നീ മിണ്ടി പോകരുത് വേദേ, ഈ ലോകത്ത് ഒരു പെണ്ണും ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്തിരിക്കുന്നതെന്നും എന്തോ വാശിയിൽ വിക്രം കെട്ടിയ താലിയിൽ തൂങ്ങി നീ ഇങ്ങോട്ട് കയറി ഇങ്ങ് പോന്നു. വന്ന് കയറിയ ദിവസം തന്നെ ഇനി അവൻ്റെ ജീവിതം നരകമായിരിക്കുമെന്ന് നീ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അയ്യോ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ വായിൽ വന്നത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നുള്ളതല്ലാതെ നീ അങ്ങനെയൊന്നും പറഞ്ഞൊഴിയാൻ നോക്കണ്ട. നീ വന്നത് വ്യക്തമായ പ്ലാനോടുകൂടി തന്നെയാണ്. വിക്രമനെ മാത്രമല്ല, ഈ വീടിനെയും വീട്ടിലുള്ളവരെയും അവസാനിപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം നന്ദിനിയടുത്ത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പം പാവം പിടിച്ച അമ്മയെ നീ ആദ്യം വശത്താക്കി, പിന്നെ ശ്രീചേച്ചി വശത്താക്കി, അച്ഛനെ എല്ലാവരും നീ വശത്താക്കി. അവസാനം വിക്രം വരെ നിന്നെ മറുത്തു പറയത്തില്ല എന്നുള്ള നിലയിൽ നീ കൊണ്ടുവന്നെത്തിച്ചില്ലേ? നിന്റെ മിടുക്ക് ഞാൻ സമ്മതിച്ചു. എല്ലാവരെയും നിന്റെ വശത്താക്കിയ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ പെരുമാറാലോ അല്ലേ? അതാ നീ ഉദ്ദേശിച്ചതല്ലേ? ഇന്ന് നീ വിക്രം കണ്ട സ്ഥലം കത്തിച്ചു, ഇനി എന്നാ ഈ വീട് കത്തിക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നന്ദിനിയടത്തി വേണ്ട, നിന്റെ നാടകം അഭിനയം ഇവിടെയുള്ള മറ്റുള്ളവർ വിശ്വസിച്ച് നിരിക്കും. പക്ഷെ ഒന്ന് നീ ഓർത്തോ, ഈ നന്ദിനി അതിൽ വീഴാൻ പോകുന്നില്ല. ഈ കുടുംബത്തിൽ ഇത്രയും കുഴപ്പങ്ങൾ സംഭവിക്കാൻ കാരണം നീ ഒറ്റ ഒരുത്തിയാണെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാനും പറ്റത്തില്ല എന്നും പറഞ്ഞ് ആരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്താലും ആരൊക്കെ നീ ഒന്നും അറിയാത്ത പാവമാണെന്ന് വാഴ്ത്തിയാലും ഇതേ നോക്ക്, ഞാനത് സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല കേട്ടോ. അല്ലെങ്കിലേ നീ നിന്റെ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്. നീ വന്ന് കയറിയതിന് ശേഷവും മുൻപും ഈ വീട് എങ്ങനെയായിരുന്നു എന്ന് നിനക്ക് അപ്പം മനസ്സിലാകുമെന്നും പറഞ്ഞു. അപ്പം അങ്ങനെ അതെല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ട് നന്ദിനി അവിടെ നിന്ന് അങ്ങ് പോയി. വേദയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വിശ്വൻ കുറേ വെള്ളം അങ്ങ് എടുത്ത് കുടിച്ചു. അപ്പോൾ ശ്രീജ അങ്ങോട്ടേക്ക് വന്ന് എന്താ വിശ്വേട്ടാന്നും ചോദിച്ചു. തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് അല്ലേ ശ്രീജ എന്ന് വിശ്വൻ ചോദിച്ചു കേട്ടോ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഹോളിലേക്ക് മാറിയാലോ? ഇവിടെ വേറെ മുറിയൊന്നും ഇല്ലല്ലോ, വേദയും വിക്രവും ഇവിടെ കിടന്നോട്ടെ എന്ന് ശ്രീജ പറയാം. എന്താ? അപ്പോൾ അതെന്താ?
നിൻ്റെ ഇഷ്ടം. വിശ്വേട്ടന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇന്നത്തെ ദിവസം ആ കുട്ടി സ്വസ്ഥമായിട്ട് ഇവിടെ കിടന്നോട്ടെ, നീ വരാൻ പറഞ്ഞു. അപ്പം വിശ്വേട്ട ഇന്നത്തെ ദിവസത്തേക്ക് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ ആയിക്കോട്ടെ, കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ്റെ ആ കെട്ടിടം നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷെ അച്ഛൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോഴത്തെ ദേഷ്യവും വിഷമമൊക്കെ കാരണം അച്ഛൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, അതൊക്കെ ശരിയാവും, നീ വന്നേന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീജയെ വിളിച്ചുകൊണ്ട് പോവുക. എന്നിട്ട് വേദ ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുറി എടുത്തോ വരാൻ പറഞ്ഞു. അപ്പോൾ വേദ അവിടെ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിക്കേണ്ട, ചെല്ലാൻ പറഞ്ഞു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പറയുമ്പം അതൊന്നും വേണ്ട ശ്രീജേടത്തി പോയി കിടന്നോളാൻ പറഞ്ഞു വേദ. അപ്പോൾ വാശി പിടിക്കാതെ എഴുന്നേൽക്ക്, ഞാനല്ലേ വിളിക്കുന്നത്, വാ വേദേ. അപ്പോൾ വാശി കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പം അനുസരിച്ചേ പറ്റുള്ളൂ, വന്നേ വാ വരാൻ പറഞ്ഞ് പിടിക്കുമ്പം ഞാൻ ഇവിടെ ഇരുന്നോളാം ശ്രീചേട്ടത്തി, ദേ എന്നെ കൊണ്ട് വെറുതെ ചെവിക്ക് പിടിപ്പിക്കരുത് കേട്ടോ, ഇങ്ങോട്ട് എഴുന്നേക്ക് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വേദയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ വിശ്വേട്ടൻ ചെന്ന് വിക്രത്തിനോടും കൂടെ വന്ന് അകത്ത് കിടക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ വേദയെ പിടിച്ചു കൊണ്ടുപോയി ശ്രീജ മുറിയിൽ കിടത്തുക. ദേ ഇന്നൊരു ദിവസം വേറെ ഒന്നും ആലോചിക്കേണ്ട, നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു വേദയോട് ശ്രീജ. ഞാൻ അപ്പുറത്തുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുമ്പം അപ്പോൾ വിക്രത്തെ ഇപ്പം ഇങ്ങോട്ടേക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ വിക്രത്തെ ഇങ്ങോട്ടേക്ക് വിടണ്ട, വിക്രം എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയാം വേദ. അങ്ങനെ വേദയുടെ തലയൊക്കെ തിരുമ്മി കൊടുത്ത് ശ്രീജ അവിടുന്ന് പോയി. വേദ എന്നിട്ട് മുറിയിലിരുന്ന് ഭയങ്കര കരച്ചിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കത്തിക്കിടക്കുന്ന വീട് കാണാനായിട്ട് നമ്മുടെ ചേട്ടൻ, അതായത് വാസുവൻ വന്ന് പുറകിൽ കയ്യും കെട്ടി ഇതിങ്ങനെ നോക്കി നിൽക്കും. അപ്പോഴാണ് സുധാകരൻ മാഷ് ഇറങ്ങി വരുന്നത്. അയ്യോ ഇത് എന്ത് പറ്റി മാഷെ, എങ്ങനെ ഈ വീട് ഇങ്ങനെ കത്തിക്കരിഞ്ഞു പോയത്? ഏത് മഹാഭാവിയാണാവോ ഇങ്ങനെ കണ്ണുവെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇയാൾ പറയാം. രാവിലെ കേട്ടോ ഞാൻ അറിഞ്ഞത്, കാര്യം ഞാൻ കത്തിക്കും ചാമ്പലാക്കും എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും സംഭവം നടന്നു എന്ന് കേട്ടപ്പോൾ വിഷമായി പോയി കേട്ടോ എന്നൊക്കെ വാസുവൻ ഇങ്ങനെ പറയാം. മഹാഭാഗ്യം, അല്ല മാഷ മറ്റുള്ളവരും കിടക്കുന്ന മെയിൻ വീടിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? പരിഹസിക്കാൻ വന്നതോ അതോ ഭീഷണി നടപ്പാക്കിയെന്ന് പറഞ്ഞ് ആനന്ദിക്കാൻ വന്നതാണോ? അപ്പം ചെ എന്താ മാഷ ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 വീടും കൂടി കത്തിക്കുമായിരുന്നില്ലേ? ഞാനല്ല ഇതിന് പിന്നിൽ. നിങ്ങളുടെ മകന് വേറെയും ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടല്ലോ, അവനോട് തന്നെ അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറയാൻ പറഞ്ഞു. അന്നേരം വാസുവാ വേണ്ട, കൂടുതൽ എൻ്റെ മുന്നിൽ ഷോ ഇറക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിന് പിന്നിൽ നിങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഇപ്പോഴുള്ള ബുദ്ധിയേക്കാൾ കൂടുതലായിട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ മാഷേ, നിങ്ങളുടെ അവസ്ഥയിൽ എനിക്ക് വളരെ വളരെ ദുഃഖമുണ്ട്. സത്യത്തിൽ ഇത് അറിഞ്ഞപ്പോഴേ ഞാൻ ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. നിങ്ങളുടെ മരുമകൾ ആ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് അടുത്ത നിമിഷം കരച്ചിൽ നിർത്തി ആശ്വസിക്കുകയും ചെയ്തു. അതാണ് ശരിക്കും സത്യം എന്ന് പറയുമ്പോഴത്തേക്കും നിർത്തറാമെന്ന് പറഞ്ഞുകൊണ്ട് ദേ വരുന്നു നമ്മുടെ വിക്രം. ഇവനിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ബൈ ബൈ, ടാറ്റാ.